കോട്ടയം നഗരമധ്യത്തിലുള്ള തിരുനക്കര ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇഴയുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചെങ്കിലും പുതിയ സ്റ്റാൻഡ് പണിയുന്നതിന് യാതൊരു നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നടുറോഡിൽ ബസ് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്കുള്ളത്. കാലപ്പഴക്കം ബലക്ഷയത്തിന് കാരണമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധി സമ്പാദിച്ച് കോട്ടയം നഗരസഭ തിരുനക്കര ബസ് സ്റ്റാൻഡ് ഇടിച്ചു നിരത്തിയത്. പക്ഷേ പുതിയത് പണിയാൻ നഗരസഭയ്ക്ക് ഇതുവരെ സാധിച്ചില്ല. 107 ദിവസം കൊണ്ടാണ് തിരുനക്കര ബസ് സ്റ്റാൻഡ് പൊളിച്ചത്. ബലക്ഷയമുള്ള പഴയ സ്റ്റാൻഡ് പൊളിച്ച് എത്രയും വേഗം പുതിയത് നിർമ്മിക്കുമെന്നായിരുന്നു കോട്ടയം നഗരസഭ പറഞ്ഞിരുന്നത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ സ്റ്റാൻഡ് പണിയുന്നതിന് ആവശ്യമായ ഒരു നടപടിയും കോട്ടയം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. സ്റ്റാൻഡ് ഇല്ലാതായതോടെ ബസ്സുകൾ യാത്രക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും നടു റോഡിലാണ്. ഇത് യാത്രക്കാരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. ആയിരക്കണക്കിന് ബസ്സുകളാണ് ഈ പഴയ സ്റ്റാൻഡിൽ കൂടെ കയറി പോയിക്കൊണ്ടിരുന്നത്. 10,000-കണക്കിന് യാത്രക്കാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു. 800ഓളം കുടുംബങ്ങൾ കടകൾ നടത്തി അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ ഇല്ലാതായിരിക്കും. ഇപ്പൊ ടൗണിൽ നിങ്ങൾക്കറിയാം, ഏത് സമയം നോക്കിയാലും ടൗണിൽ ഇപ്പൊ ബ്ലോക്കിന്റെ അവസ്ഥയാണ്. ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് നഗരമധ്യത്തിൽ ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പുതിയ സ്റ്റാൻഡ് പണിയാൻ ചെറുവിരൽ പോലും നഗരസഭ അനക്കുന്നില്ല എന്നാണ് ആക്ഷേപം. DPR പോലും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റാൻഡിന്റെ നിർമ്മാണം ഇനിയും വൈകുമെന്നാണ് സൂചന. ഒരു പുതിയ ബിൽഡിംഗ് പണിയുമ്പോൾ അതിന്റെ പ്രാഥമികമായിട്ടുള്ള സോയിൽ ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം DPR തയ്യാറാക്കി ആ DPR ഏത് വേണം എന്നുള്ളത് പോലും കൌൺസിൽ അംഗീകരിച്ചതിന് ശേഷമാണ് ഒരു ഫൈനൽ ഡിസിഷനിലെത്തുന്നത്. ഇപ്പൊ ഇവിടെ എന്താണല്ലേ, എത്ര നിലയിലുള്ളൊരു കെട്ടിടമാണ്, ബിൽഡിംഗ് ആണ്, ഏത് തരത്തിലുള്ളതാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ആലോചന ഇതുവരെ നടന്നിട്ടില്ല. എന്ന് മാത്രമല്ല, പൊളിക്കാനുള്ള ഒരു ഉത്സാഹം പുതിയ കെട്ടിടം വയ്ക്കുന്ന കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലുള്ള വസ്തുത. ബസ് സ്റ്റാൻഡ് മാത്രമല്ല, നിരവധി കടകളും ടാക്സി സ്റ്റാൻഡും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഇവയെല്ലാം ഒഴിപ്പിച്ചതിന് ശേഷമാണ് ബസ് സ്റ്റാൻഡ് പൊളിച്ചത്. ഇവരിൽ പലരുടെ ജീവിതവും ഇപ്പോൾ വഴിമുട്ടിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് പൊളിക്കാൻ കാണിച്ച ആവേശം എന്തായാലും നഗരസഭ അത് നിർമ്മിക്കാൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടുള്ള സൗകര്യമെങ്കിലും യാത്രക്കാർക്ക് ഒരുക്കി നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ക്യാമറ പേഴ്സൺ ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.